ഹലോ, എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 67ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹെയർ പാക്കിൻ്റെ ഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ തലേദിവസം രാത്രിയിൽ ഓയിലൊക്കെ ചെയ്ത് കൊടുത്തിട്ട് മുടി ജസ്റ്റ് ഒന്ന് പിന്നി കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ നൈറ്റിൽ ഓയിൽ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ തന്നെ ഫോളോ ചെയ്യൂ. നൈറ്റിൽ ഓയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ രാവിലെയോ അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുൻപ് ഈ ഒരു ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുൻപ് സ്കാൽപ്പിലേക്ക് മുടിയുടെ ലെങ്തിലേക്കൊക്കെ ഓയിലിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അല്ലാതെ ആൾക്കാർ നൈറ്റിൽ ഓയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മുടിയുടെ ലെങ്തിലേക്ക് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഓയിലിട്ട് കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ മുടി ഒന്ന് ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ചലഞ്ച് എടുക്കുന്ന എല്ലാ ആൾക്കാരും എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാണ്ട് ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകണം. എന്നാലാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഫുൾ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ ചലഞ്ച് എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഡെയിലിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന സമയത്തൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഒരു ദിവസം ഒരു നേരം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ മുടിയിൽ തലേദിവസം ജടയൊക്കെ കളഞ്ഞ് പിന്നിക്കെട്ടി വെച്ചതാണെങ്കിലും അത്യാവശ്യം പെട്ടെന്ന് തന്നെ ജട കെട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് മുടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലോണം ജട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ആ ഒരു ജടയൊക്കെ കളഞ്ഞ് ഒരു നന്നായിട്ടൊന്ന് മുടി ചീകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുടി ബാക്കിലേക്ക് ഇട്ട് കൊടുത്ത ശേഷവും ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചീകിയെടുക്കാം. നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പം മുടി ജസ്റ്റ് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുന്നുണ്ട് ബാക്കിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള അതേ ഹെയർ പാക്ക് തന്നെയാണ്. അതായത് നമ്മുടെ ആ ഒരു ഫ്ലാക്സ് സീഡ്സിൻ്റെയും ഒനിയൻ്റെയും കൂടി മിക്സാണ് ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അത്ര കട്ടിയാക്കിയിട്ടില്ല ഞാൻ ഈ ഒരു ദിവസം ചെയ്തപ്പോൾ. അതായത് ഞാൻ നല്ലോണം അത് ആ ഒരു ജെല്ല് കട്ടിയാകുന്നതിന് മുൻപ് തന്നെ ഞാൻ എടുത്തു കേട്ടോ. അപ്പം അത്യാവശ്യം ഒരു ജെൽ കൺസിസ്റ്റൻസിയേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒനിയനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി അതൊരു വെള്ളം കൺസിസ്റ്റൻസി ആകും കേട്ടോ. അപ്പം മറ്റേതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാനൊക്കെ പക്ക ഒരു ജെല്ലിൻ്റെ ഇതായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ അങ്ങനെ. പക്ഷേ അത്യാവശ്യം അത് നല്ലോണം നമ്മൾ തുണിയിൽ ഇട്ട് പിഴിഞ്ഞെടുത്താലാണ് ആ ഒരു എക്സ്ട്രാക്റ്റ് ഫുള്ളായിട്ട് ആ ഒരു ജെല്ല് നമുക്ക് കിട്ടുക. ഇതാണെങ്കിൽ നമുക്ക് അരിപ്പ വെച്ചിട്ടാണെങ്കിലും പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണ് താല്പര്യമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ മുടിയൊക്കെ ഇൻവേർഷൻ മെത്തേഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് സെറ്റാക്കി വെച്ചപ്പോഴാണ് ദേ ഉറക്കി കിടത്തിയ ആൾ എണീറ്റ് വന്നത് കേട്ടോ. അപ്പോൾ ആളുടെ ഉറക്കം ഇതോടെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇന്നത്തെ കാര്യം ഇനിയിപ്പോൾ എല്ലാം തീരുമാനമായി.
അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഹസ്ബൻഡ് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡും കുഞ്ഞു പെണ്ണും കൂടിയിട്ട് അച്ഛനും മോളും കൂടിയിട്ട് അവിടെ കളിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ഹെയർ പാക്കിൻ്റെ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇനി ധൈര്യമായിട്ട് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്കിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് വീണ്ടും നിങ്ങളോട് പറഞ്ഞ് ബോറടിപ്പിക്കാത്തത്. അപ്പം ഇതെങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചലഞ്ച് എടുക്കുന്ന ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയാനൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടി കണ്ട ശേഷം അതുപോലെ തന്നെ ആ ഒരു ഹെയർ പാക്ക് റെഡിയാക്കി എടുക്കുക. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചലഞ്ച് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചലഞ്ചിൻ്റെ ഡേ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിലാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ചലഞ്ചിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് ആ ഒരു വീഡിയോയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ആ ഒരു ഡേ 1 വീഡിയോ എന്തായാലും മിസ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രണ്ട് ഏരിയയിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തപ്പോൾ കുറച്ചൊന്ന് കട്ടിയായിരുന്നു കേട്ടോ. അതായത് കറക്റ്റ് ഒരു ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. അപ്പം അത് കുറച്ചും കൂടി എളുപ്പമായിരുന്നു കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തവണ ഞാൻ ചെയ്തപ്പോൾ അത്ര കട്ടിയാക്കിയില്ല. അതായത് അരിച്ചെടുക്കാൻ വളരെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്ര തിക്ക് ആവുന്നതിന് മുന്നേ തന്നെ അത് എടുത്തു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വാട്ടറി കൺസിസ്റ്റൻസി ഉണ്ട് ഇപ്പം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പം കുറച്ചൊന്ന് തിക്കായിട്ട്, അതായത് ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നിങ്ങൾ ആ ഒരു തിക്കാക്കി എടുക്കുന്നതാണ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനൊക്കെ എളുപ്പമെന്ന് പറയുന്നത്. അങ്ങനെ ദേ ഇപ്പോൾ ഫുള്ളായിട്ട് സ്കാൽപ്പ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ട് ഏരിയയിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളിടത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് മുടിയുടെ ലെങ്ത്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അത്രത്തോളം ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുമ്പോൾ അത്രത്തോളം എടുക്കണമെന്ന് മാത്രം. അപ്പം അങ്ങനെ എടുത്തിട്ട് ഹെയറിൻ്റെ ലെങ്ത്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡ്രൈ ഹെയർ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരുമാതിരി ഫ്രിസി ആയിട്ടുള്ള ഹെയർ, അങ്ങനെയുള്ള ഹെയറൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് സ്മൂത്താകും, ഷൈനിങ് ആകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഈ ഒരു ഹെയർ പാക്കിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട്. അപ്പം അങ്ങനെയുള്ള ഹെയർ ടൈപ്പ് ഉള്ള ആൾക്കാർക്ക് ഇത് മുടിയുടെ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മുടി മേലെ കെട്ടി വയ്ക്കാം. അതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് ടു 1 അവർ വരെ വെച്ചേക്കാം. എന്നിട്ട് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. നൈറ്റിൽ ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നാളത്തെ ദിവസം വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് നൈറ്റ് ഓയിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നാളെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് മതി. പറ്റാറ്റ